നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമുക്ക് മലബാറിന്റെ സ്വന്തം പഴനിറച്ച ഉണ്ടാക്കാം. സാധാരണ പഴനിറച്ച ഉണ്ടാക്കുമ്പോൾ പഴം നെയ്യിൽ വഴറ്റിയ തേങ്ങാക്കൂട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. എന്നാൽ ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വളരെ ഹെൽത്തിയായി എളുപ്പത്തിൽ നമുക്ക് പഴനിറച്ച ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് പഴം നിറച്ചത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴം നേന്ത്രപ്പഴമാണ്, നല്ല കറുത്ത നിറത്തിൽ തൊലിയൊക്കെ കറുത്ത് വന്നിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. എന്നാലേ ഈ തരത്തിലുണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ടേസ്റ്റും അതാണ് ഉണ്ടാവുക. വേണ്ടത് ചിരവിയ തേങ്ങയാണ്. പിന്നെ ചിരവിയ തേങ്ങ ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇട്ട് 2.5 ടേബിൾ സ്പൂൺ വരെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഇത് പിന്നെ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ഇടാം. ഒരു ഏലക്ക ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഏലക്ക ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പഴം പുഴുങ്ങാൻ വെക്കണം. ആദ്യം പഴം പുഴുങ്ങിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പഴം പുഴുങ്ങാൻ വെക്കാം. പഴം വെക്കുന്നതിന് മുമ്പേ ഇത് പഴം ഇങ്ങനെ എടുത്ത് പഴം ഈ നെടുകയെ ഇങ്ങനെ ഒരു കീറൽ കൊടുക്കണം, ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. കാരണം ഇത് ഫുള്ളായിട്ട് മുറിക്കരുത്, പകുതി വരെ. കണ്ട, ഇത്രയൊന്ന് മുറിച്ചിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. ഞാനിത് ഓവനിലാണ് പുഴുങ്ങാൻ വെക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെക്കാം. പുട്ടും കുറ്റിക്കകത്താണ്, നിങ്ങൾ എങ്ങനെയാണോ പുഴുങ്ങാൻ വെക്കുന്നത് അതുപോലെ പുഴുങ്ങിയാൽ മതി. ഞാനിതിപ്പം ഓവനിലാണ് പുഴുങ്ങാൻ വെക്കുന്നത്. ഓവനിൽ പുഴുങ്ങാൻ വെക്കുമ്പോൾ ഗ്ലാസ് ബൗൾ എടുത്ത് അതിൽ പഴം വെച്ച് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ ഇത് മൈക്രോവേവിൽ ചൂടാക്കുന്ന സമയത്ത് ഇതിൽ പഴത്തിലുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് ഓവൻ വലിച്ചെടുക്കും. വെള്ളം ഒഴിക്കണമെങ്കിൽ ഓവന് പെട്ടെന്ന് കിട്ടുന്നത് ഈ കിടക്കുന്ന വെള്ളമായിരിക്കുമല്ലോ, അപ്പം ഇതങ്ങ് വലിച്ചെടുത്തോളും. അപ്പം ഇതിലുള്ള വാട്ടർ കണ്ടന്റ് അതിലങ്ങനെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഇതങ്ങ് ചുരുങ്ങിപ്പോവും. ഇത് കുറച്ച് ഉറപ്പായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓവനിനകത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പഴം ഓവനിൽ വെച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ട്. സാധാരണ സ്റ്റീമറിൽ വെക്കുന്ന പോലെയല്ല. സ്റ്റീമറിൽ നമുക്ക് ഏകദേശം ഒരു ടൈം ഉണ്ട്, ആ ടൈമിൽ അത്രയും സമയം വെച്ചേക്കാൻ മതി. പക്ഷെ ഓവനിൽ നമ്മൾ ഒരു പഴം പുഴുങ്ങാൻ ഏകദേശം ഒരു 2 മിനിറ്റോളം വേണം. അപ്പം 3 പഴം പുഴുങ്ങാൻ 6 മിനിറ്റ് വേണ്ടി വരും. നമുക്ക് 6 മിനിറ്റ് വെച്ച് കൊടുക്കാം. നമുക്കിത് 6 മിനിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഓരോ പഴത്തിന്റെ നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പുഴുങ്ങി കിട്ടും. പഴുപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ സമയം വെക്കേണ്ടി വരും. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം, പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇനി പഴം പുഴുങ്ങിയത് എടുത്ത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പഴം പുഴുങ്ങിയത് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് അത് പിടിക്കാൻ പാകത്തിനുള്ള ആ ചൂടൊന്ന് കുറഞ്ഞിട്ട് എടുത്തു വെച്ചതാണിത്. നമുക്കിതിൻ്റെ തൊലി അങ്ങ് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ പഴത്തിൻ്റെയും തൊലി ഇളക്കി വെച്ച് കൊടുക്കണം. പഴം നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. ഇതാണ്. എന്നിട്ട് ഇതിൻ്റെ നാരൊക്കെ ഒന്നെടുത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിലാണ് നല്ല സ്വാദുണ്ടാവും. ഇത് പതുക്കെ അത് കണ്ട് നമ്മൾ കീറി കൊടുത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിയാൽ ഈ ഫില്ലിങ് വെക്കാനായിട്ടുള്ള സ്പേസ് കിട്ടും. പിന്നെ എന്നിട്ട് നമുക്ക് പതുക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ അടയ്ക്കാം. ഈ പഴം കൊണ്ട് തന്നെ ഇതങ്ങ് അടച്ചു കൊടുക്കണം. കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നല്ല പഴുത്ത പഴം വേണമെന്ന് പറയുന്നത്. പഴുത്തതല്ലെങ്കിൽ ഇതിങ്ങനെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മാറ്റി വെച്ച് കൊടുത്ത് അടുത്ത പഴവും നിറയ്ക്കാം. അങ്ങനെ ഞാൻ 3 പഴവും നിറച്ച് വെക്കട്ടെ കേട്ടോ. കേട്ടോ കണ്ടോ? ഇതിന് നല്ല സ്പേസ് ഉണ്ട്. ഇതിൽ ചില പഴത്തിന് നല്ല സ്പേസ്. നമ്മൾ അറ്റം വരെ കീറിക്കളയരുത്. അതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നടക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടയ്ക്കാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെ ആക്കുമ്പോൾ അതാണ് നല്ലോണം ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഷാലോ ഫ്രൈ ആണ്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് തുറന്നു വന്നാലോ. ഒന്ന് പ്രസ് കൊടുത്തിട്ട് അടച്ചാൽ മതി. ഇനി ഇത് നമുക്കിത് പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. വല്ല ഏതെങ്കിലും പോർഷൻ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് വേണം, നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ വെളിച്ചെണ്ണയാണ് എനിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു സൈഡ് ബ്രൗൺ കളർ ആവുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ചെറിയ തീയിൽ ഫ്രൈ ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് മുരിഞ്ഞിട്ടുണ്ടോന്നേ. ബ്രൗൺ ഷെയ്ഡ് കണ്ടോ, ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ചുറ്റിച്ചു കൊടുക്കാം. ആ സൈഡും കൂടെ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരട്ടെ. അപ്പോൾ പിന്നെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള പഴം നിറച്ചതായിരിക്കും. നമുക്ക് 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സൈഡ് ആയി കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 സൈഡും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ പരന്നിരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വെക്കണമെന്നില്ല. എന്നാലും ഈ സൈഡും കൂടെ ഒന്ന് ആവുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആവുള്ളൂ.
ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പാനിലോ അല്ലെങ്കിൽ ദോശക്കല്ലിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കു ഉഡായിൻ സ്പെഷ്യൽ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പം ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. ഇഷ്ടമായില്ല എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്ത് ഡിഷ് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാൽ ആ ഡിഷിന് ഒരു പ്രത്യേക സ്വാദായിരിക്കും. ദൈവത്തിൻ്റെ ഒരു ടച്ച് അതൊന്നും വേറെ തന്നെ. അത് നമ്മൾ എത്ര തലവുത്തിയിരുന്നാലും കിട്ടില്ല. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.